എല്ലാവർക്കും റെയർ ആൻഡ് ഡ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ. മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ GTA 5 കളിക്കാം എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ആൻഡ്രോയിഡ് ഫോണിൽ GTA 5 കളിക്കാൻ സാധിക്കുമെന്ന്. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ GTA 5 മാത്രമല്ല PC-യിൽ കളിക്കുന്ന എല്ലാ ഗെയിംസും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതേ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ PC-യിലും ഇൻസ്റ്റാൾ ചെയ്യണം. എന്തിനാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളുടെ ഫോണ് PC-യുമായിട്ട് കണക്ട് ചെയ്യുക എന്നതാണ്. അതുവഴിയാണ് നമ്മൾ GTA 5 കളിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണ് PC-യുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ കളിക്കാമെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഗെയിംസൊക്കെ കളിക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഫോണിലും ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ PC-യിൽ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ 2 ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. PC-യിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ചെറിയൊരു വിൻഡോ ആണ് കാണുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല, നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമുക്ക് യുവർ ID എന്ന് കാണാം, അതുപോലെ തന്നെ പാസ്വേഡ് എന്നും കാണാൻ സാധിക്കും. യുവർ ID എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ID കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ പാസ്വേഡും കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു പാസ്വേഡ് ID മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് ബ്ലറാക്കി ഇട്ടിരിക്കുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണും അതുപോലെ തന്നെ നിങ്ങളുടെ PC-യും കണക്ട് ചെയ്യേണ്ടത് ഒരു വൈഫൈവിൻ്റെ കൺട്രോളിലായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു വൈഫൈവിൻ്റെ കൺട്രോളിലായിരിക്കണം 2 ഡിവൈസും കണക്ട് ചെയ്യേണ്ടത്. എന്നാലേ ഇത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുകയുള്ളൂ. അത് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇത് വർക്കായില്ല എന്ന് കമൻ്റ് ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത് പറഞ്ഞത്. ഒരു വൈഫൈവിൻ്റെ കൺട്രോളിൽ വേണം നിങ്ങളുടെ 2 ഡിവൈസും കണക്ട് ചെയ്യുക, അതായത് PC-യും അതുപോലെ തന്നെ ഫോണും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം, എങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡേറ്റയും കൂടി ഓണാക്കി ഇടുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ അതൊക്കെ നെക്സ്റ്റ് അടിച്ചിട്ട് ശേഷം നിങ്ങൾ ഡൺ അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ വിൻഡോയിലേക്ക് വരുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ ടീം വ്യൂവർ ID എന്ന് കാണാം. അവിടെയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ PC-യിൽ യുവർ ID എന്ന ഭാഗത്ത് കാണുന്ന ആ ഒരു ID നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനകത്ത് ടീം വ്യൂവർ IDക്കകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു കോളത്തിൽ നിങ്ങളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ റിമോട്ട് കൺട്രോൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ചോദിക്കും. നിങ്ങളുടെ PC-യിൽ കാണിക്കുന്ന അതേ പാസ്വേഡ് തന്നെ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ വീണ്ടും റിമോട്ട് കൺട്രോൾ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കത് കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതിന് ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ PC-യുടെ വാൾപേപ്പർ അത് മാറി, നിലവിൽ നിൽക്കുന്ന വാൾപേപ്പർ മാറി അത് ബ്ലാക്ക് ആയിട്ട് മാറിയെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫോണ് PC-യുമായിട്ട് കണക്റ്റ് ആയിരിക്കുകയാണ് എന്നതാണ്. അവിടെ നിങ്ങളുടെ PC-യുടെ സ്ക്രീനിൽ വലതുഭാഗത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് ടീം വ്യൂവർ എന്ന് പറഞ്ഞ് ഒരു ചെറിയ ബോക്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സിസ്റ്റം ആപ്സ് ക്ലെയിം ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫോണിൻ്റെ ID സഹിതം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണും PC-യുമായിട്ട് കണക്റ്റ് ആയിരിക്കുക എന്നതാണ് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ PC-യുടെ സ്ക്രീൻ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ PC-യുടെ സ്ക്രീൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൽ ടച്ച് ചെയ്തതനുസരിച്ച് നിങ്ങളുടെ PC-യുടെ മൗസ് അത് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്കത് സൂം ചെയ്യാം. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വെക്കാം, വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനോ വീഡിയോയോ ഫയൽസോ എന്ത് വേണമെങ്കിലും റീഡ് ചെയ്യാനും പ്ലേ ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ PC ഇപ്പം നിങ്ങളുടെ മൊബൈലിലെ കൺട്രോളിലാക്കിയിരിക്കുകയാണ്. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഗെയിം വേണമെങ്കിലും മൊബൈൽ വഴി നിങ്ങളുടെ PC-യിൽ എടുത്തിട്ട് ഗെയിം അവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ ഫയൽസ് ഡ്രൈവ്സ് ഒക്കെ ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കുന്നുണ്ട് എൻ്റെ ഫോൺ വഴി.
നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് GTA 5 അതുപോലെ തന്നെ ഫാർ ക്രൈ ഏത് ഗെയിം ഏത് ഫയൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ PC യിൽ നിന്നും ഓപ്പൺ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ആക്കണം. ഇനിയും നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.